ബാലുവിന്റെ മരണത്തില് ബാലുവിന് വന്ന അസുഖം എല്ലാത്തിലും എനിക്ക് സംശയമുണ്ട്. ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടർ മാത്രമാണ് ഞങ്ങൾക്ക് സംശയം. ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത് നടൻ ജയറാമിന്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നാണ്. ബാലചന്ദ്രകുമാറിന്റെ മരണത്തിലും രോഗബാധയിലും സംശയമുണ്ടെന്ന ഭാര്യ ഷീബയും പറയുന്നു. ബാലചന്ദ്രകുമാർ അറിയുന്നത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന രണ്ടാമത്തെ കിഡ്നിയിൽ കൂടി ശരിക്കും മറ്റൊരു അസുഖവും ബാലുവിനില്ല. ബാലുവിന് ആകെ ഉണ്ടായിരുന്ന ഈ സ്റ്റോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ബാലുവിനില്ല. 6 ദിവസം മുമ്പ് നിങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന് എങ്ങനെയാണ് ഈ 6 ദിവസത്തിനിടയ്ക്ക് 6 ബ്ലോക്കുകൾ വന്നത്? ഹലോ, ഐ ആം മുകേഷ് മാധവ്. ഇപ്പം പലരും ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയമാണ് ബാലചന്ദ്രകുമാറിന്റെ മരണം. അതായത് ദിലീപിന്റെ കേസിൽ മുഖ്യ സാക്ഷിയായിട്ട് നിന്നിരുന്ന വ്യക്തിയാണ് ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായ മരണമാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും വരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് ബാലചന്ദ്രകുമാറിന് മരണം സംഭവിച്ച സമയത്തും പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ആരെ ഊന്നിയാണ് എല്ലാവരും പറയുന്നതെന്നും നമുക്ക് വ്യക്തമാണ്. എന്നാൽ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും പറയാനൊന്നും കഴിയത്തില്ല. പക്ഷേ സംശയം തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ബാലുവിന് വന്ന അസുഖം എല്ലാത്തിലും എനിക്ക് സംശയമുണ്ട്. ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടർ മാത്രമാണ് ഞങ്ങൾക്ക് സംശയം. വേറെ ഒരു ഡോക്ടേഴ്സിനെയും ഈ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ശരിക്കും മറ്റൊരു അസുഖവും ബാലുവിനില്ല. ബാലുവിന് ആകെ ഉണ്ടായിരുന്ന ഈ സ്റ്റോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ബാലുവിനില്ല. സ്റ്റോൺ റിമൂവ് ചെയ്തപ്പോഴാണ് കിഡ്നി ഡാമേജ് ആയത്. അല്ലാതെ ബാലുവിന് വേറെ അസുഖങ്ങളൊന്നും ഇല്ല. തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും എന്റെ കയ്യിലുണ്ട്. ആ ഒറ്റ സ്കാൻ മാത്രം മതി ബാലുവിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് എന്റെ കയ്യിലുണ്ട്. എല്ലാ റിപ്പോർട്ടുകളും എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകൾ എനിക്ക് കൊടുക്കാൻ പറ്റും. അനന്തു ഈ പരാതിയായിട്ട് പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു. വിശദമായിട്ട് കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് അനന്ത് ഈ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഒരു പരാതിയുടെ ആവശ്യം ഉണ്ട് എന്ന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു പരാതിയായിട്ട് മുമ്പോട്ട് പോകും. അത് ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടന്നതാണോ ഇല്ലയോന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് തെളിവുകളോ ഒന്നുമില്ല. എന്നാൽ സംശയിക്കേണ്ട തരത്തിൽ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ പലരും പുറത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് ബാലചന്ദ്രകുമാറിന്റെ മരണത്തിനിടയാക്കിയത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമായിരുന്നു. ആദ്യം കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞ ബാലചന്ദ്രകുമാറിനെ പിന്നീട് കിഡ്നി മാറ്റിവെക്കേണ്ട നിലയിലേക്കാണ് ബാലചന്ദ്രകുമാർ പോയത്. അവിടെയൊക്കെ ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അവിടെയൊക്കെ നടിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം വീഡിയോ ചെയ്യുന്ന ഡോക്യുമെൻ്ററി ഡയറക്ടറും ആക്ടറും ഒക്കെയായ അനന്തു ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സ്മൃതി, നടിയാക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ബാലചന്ദ്രകുമാർ. ബാലചന്ദ്രകുമാറിന് പൊടുന്നനെയാണ് 2 വൃക്കകൾക്കും രോഗം ബാധിച്ചത്. അതിൽ ഒരു വൃക്കയിൽ ഒരു കല്ലുണ്ടായിരുന്നു. അത് നീക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ 2 വൃക്കയും നിശ്ചലമാകുന്ന ഒരു സാഹചര്യം. പിന്നീട് ഡയാലിസിസിലാണ് പുള്ളിയുടെ ജീവിതം നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ബാലചന്ദ്രകുമാർ അവസാന ഘട്ടത്തിൽ ചികിത്സിച്ച ആശുപത്രി, ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെയാണ് ആരോപണം. പിന്നീട് ഈ അവയവ മാറ്റം നടത്താൻ തയ്യാറെടുപ്പ് നടക്കുന്നതിനിടയിൽ മറ്റൊരു ഡോക്ടർ കൂടി അവിടെ എത്തി. ആ ഡോക്ടറുടെ ഇടപെടലിലും ഇവർ സംശയിക്കുന്നുണ്ട്. 2 ഡോക്ടർമാരുടെ ഇടപെടലാണ് സംശയിക്കുന്നത്. കാരണം ആ സമയത്ത് ബാലചന്ദ്രകുമാറിന് പലതരത്തിൽ ഭീഷണികളുണ്ടായിരുന്നു. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം കൂടിയായിരുന്നു. അവിടെ ആശുപത്രിയിൽ ബോധപൂർവം ഡോക്ടറുടെ ഭാഗത്ത് ഒരു പിഴവ്, ഇയാളുടെ ഈ ബാലചന്ദ്രകുമാറിന്റെ ജീവൻ അപകടപ്പെടുത്താനുള്ള ശ്രമം നടന്നോ എന്നൊരു സംശയമാണ് ബന്ധുക്കൾക്കുള്ളത്, ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്ക്. അതുകൊണ്ടാണ് കുടുംബ സുഹൃത്ത് അനന്തു സുരേഷ് കുമാർ ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആ പരാതി അന്വേഷണത്തിന് നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബാലചന്ദ്രകുമാറിന്റെ മരണം സ്വാഭാവിക മരണമല്ല, അതിൽ സംശയങ്ങളുണ്ട്. അതിൽ ബാലചന്ദ്രകുമാറിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ സംശയത്തിന്റെ നിലയിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം. ഇവിടെയൊക്കെ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയത്തില്ല. സത്യമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അന്വേഷണം തന്നെ നടത്തണം. എന്തായാലും ആ വ്യക്തി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചേക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളോട് പറയാം. കാലിലുണ്ടായ ഒരു നീരായിരുന്നു ആദ്യമായി ബാലചന്ദ്രകുമാറിൽ കണ്ട ഒരു രോഗലക്ഷണം. തുടർന്നുണ്ടായ പരിശോധനകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ എത്തുന്നത്. അദ്ദേഹം എത്തുന്നത് സീനിയർ യൂറോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ശിവരാമകൃഷ്ണന്റെ മുന്നിലാണ്. അപ്പോൾ ഒരു കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, മറ്റേ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിന്റെ അളവ് 6.2. ആ അവസ്ഥയിൽ ഡോക്ടർ ബാലചന്ദ്രകുമാറിനോട് ആദ്യം പറഞ്ഞ കാര്യം, 4-5 ദിവസം മരുന്നുകൾ കഴിച്ച് ഇൻഫെക്ഷൻ ഒന്ന് നിയന്ത്രിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം.
ഈ പറഞ്ഞ ഡോക്ടർ വളരെ പെട്ടെന്ന് അഭിപ്രായം മാറ്റി പിറ്റേ ദിവസം തന്നെ കിഡ്നി റിമൂവ് ചെയ്യാനായിട്ടുള്ള സർജറിയിലേക്ക് കടക്കുന്നു. ഇവിടെ ഇദ്ദേഹം സംശയത്തിന്റെ നിഴലിലാക്കുന്നത് ആ ഡോക്ടറെ തന്നെയാണ്. അതായത് സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വന്ന ബാലേന്ദ്രകുമാറിന്റെ കിഡ്നി റിമൂവ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയാണ് ഈ ഡോക്ടർ. അതായത് കിഡ്നിയിലെ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വന്ന ബാലേന്ദ്രകുമാറിന്റെ കിഡ്നി തന്നെ റിമൂവ് ചെയ്യാൻ തിടുക്കം കാണിച്ചു എന്ന നിലയിലാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെയൊക്കെ അങ്ങനെ ഒരു സംശയം ബാലേന്ദ്രകുമാർ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ വേറെ ഡോക്ടറെ കാണാമായിരുന്നു, ഇല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ തേടാമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്നത് തിടുക്കം കൂട്ടി ബാലേന്ദ്രകുമാറിൻ്റെ കിഡ്നി റിമൂവ് ചെയ്യാൻ പറഞ്ഞു എന്ന നിലയിലാണ്. സർജറിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ അസഹനീയമായ വേദനയാണ് ബാലചന്ദ്രകുമാർ പരാതിപ്പെട്ടത്. അപ്പോൾ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ സാധാരണ ഇത്തരം രോഗികൾ എന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവര് തന്നെ ഒരു അസ്വാഭാവികത അപ്പൊ തന്നെ ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ക്രിയാറ്റിന്റെ അളവ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, 5-ാം ദിവസത്തിലെത്തിയപ്പോഴത്തേക്കും അത് ക്രമാതീതമായി വർദ്ധിച്ച് 11.8 എന്ന് പറയുന്ന ഭയാനകമായ നിരക്കിലേക്ക് ക്രിയാറ്റിൻ വളരെ ഉയരുകയാണ് ഉണ്ടായത്. ആ അവസ്ഥയിൽ ബാലചന്ദ്രകുമാറിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് ഡയാലിസിസിലേക്ക് കടക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ ഡയാലിസിസിലേക്ക് കടക്കേണ്ടി വരും. 4-5 ഡയാലിസിസുകൾക്ക് ശേഷം അദ്ദേഹം ഭേദമാകും. ഡയാലിസിസിന് ശേഷം തിരിച്ച് വീട്ടിൽ ബാലചന്ദ്രകുമാർ പോയി 1 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് മൂത്രത്തിൽ രക്തം കണ്ടു തുടങ്ങുകയാണ്. അന്ന് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് മൂത്രത്തിൽ രക്തം കണ്ട അന്ന് തന്നെ അദ്ദേഹം ഇതേ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തി. എന്തുകൊണ്ടാണ് രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അങ്ങനെ കാത്തറ്റർ ഇട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ മൂത്രത്തിൽ കാണപ്പെട്ട രക്തത്തിന്റെ അളവ് ഭയങ്കരമായി കൂടി. ഒരവസ്ഥയിൽ കട്ട രക്തത്തിന്റെ നിറമായി മാറി അദ്ദേഹത്തിന്റെ മൂത്രം. വീണ്ടും ഇതേ ആശുപത്രിയിലെത്തി വീണ്ടും ഒരുപാട് പരിശോധനകൾ നടത്തി. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ മൂത്രത്തിൽ രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. ഇവിടെ ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലേന്ദ്രകുമാർ കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ രക്തത്തിൽ കുളിച്ചായിരുന്നു നിന്നത്. അതായത് രക്തം പലപ്പോഴും പുറത്തേക്ക് വരുന്നതായിട്ട് പലരും കണ്ടതായിട്ടൊക്കെ ആ കോടതിയിൽ അന്ന് വന്ന പലരും പറഞ്ഞതായിട്ട് പല ചാനൽസിലൂടെയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് പിന്നീട് ബാലേന്ദ്രകുമാർ തന്നെ പല അഭിമുഖത്തിലും പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ സാക്ഷി പറയാൻ ചെന്നത് രക്തത്തിൽ കുളിച്ചായിരുന്നു, ഞാൻ അത്ര അവശ നിലയിലായിരുന്നു ആ കോടതിയിൽ വന്നത് എന്ന് ബാലേന്ദ്രകുമാർ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ രക്തം നിയന്ത്രിക്കാനാവാതെ ഒഴുകുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. തന്റെ ചികിത്സാ റിപ്പോർട്ടുകളും വിവരങ്ങളും പുറത്തുള്ള മറ്റു പല ഡോക്ടർമാരുമായി പങ്കുവച്ച ബാലചന്ദ്രകുമാറിന് കിട്ടിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റോണുള്ള കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ അദ്ദേഹം ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്നും ഇതും ഈ സ്റ്റെന്റും കൂടിയുള്ള കോമ്പിനേഷനിൽ ഒരു പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് സംഭവിക്കാം എന്നൊരു ഉപദേശം, ഒരു നിരീക്ഷണം വെളിയിലുള്ള ചില ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബാലചന്ദ്രകുമാർ ഇത് SUTയിലുള്ള ഡോക്ടർ ശിവരാമകൃഷ്ണനുമായിട്ട് ഇത് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ആ സാധ്യത തള്ളിക്കളയാണ് ചെയ്തത്. സ്റ്റെന്റ് റിമൂവ് ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അതിന്റെ ആവശ്യമില്ലെന്നാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞത്. ഒടുവിൽ ബാലചന്ദ്രകുമാർ കുറച്ചധികം നിർബന്ധിച്ച് തന്നെ ആ സ്റ്റെന്റ് റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രക്രിയകളിലേക്ക് കടക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാർ അറിയുന്നത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന 2ാമത്തെ കിഡ്നിയിൽ കൂടി, ഫുള്ളി ഫങ്ഷണൽ ആയിരുന്ന 2ാമത്തെ കിഡ്നിയിൽ കൂടി നേരത്തെ ഈ ഡോക്ടർ ആ കിഡ്നിയിലും ഒരു സ്റ്റെന്റ് കൂടി ഇട്ടിരുന്നു. അതായത് ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നികളിൽ സ്റ്റെന്റ് ഉണ്ട്. ആ 2ാമത്തെ കിഡ്നിയിൽ ഫുള്ളി ഫങ്ഷണൽ ആയ ആ കിഡ്നിയിൽ സ്റ്റെന്റ് ഇടുന്ന കാര്യം ബാലചന്ദ്രകുമാർ അറിഞ്ഞിരുന്നില്ല. ഈ സ്റ്റെന്റ് റിമൂവൽ തന്നെ വളരെയധികം വേദനാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ് ബാലചന്ദ്രകുമാർ സമ്മാനിച്ചത്. ഏതായാലും സ്റ്റെന്റുകൾ റിമൂവ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ അദ്ദേഹത്തിന്റെ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ നിന്നു. ഈ സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു നേർത്ത ട്യൂബാണ്. അതായത് വൃക്കയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് മൂത്രം സുഗമമായി കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ്. അതിൽ ഒരിടത്ത് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, മറ്റേതിൽ കുഴപ്പമില്ലായിരുന്നു എന്ന നിലയിലാണ് ഇദ്ദേഹം വാദിക്കുന്നത്. ഇതിലൊക്കെ എത്രമാത്രം ആധികാരികത ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ ഡോക്ടറെയാണ്. എന്തിന് ബാലേന്ദ്രകുമാറിനോട് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ള നിലയിലേക്കാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.
തിരിച്ച് വീട്ടിലേക്ക് പോയ ബാലചന്ദ്രകുമാർ അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റു ഡോക്ടർമാർ വഴിയും അല്ലാതെയും ഒക്കെ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പല സംശയങ്ങളും അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കാരണം സാധാരണഗതിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു കുഴപ്പവുമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടു എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. എന്തുകൊണ്ട് ഡോക്ടർ ശിവരാമകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പല ഡോക്ടർമാരും ബാലചന്ദ്രകുമാറിനെ അറിയിച്ചു. സാധാരണഗതിക്ക് രണ്ടാമത്തെ കിഡ്നിക്ക് ഒരു തകരാറുമില്ലെങ്കിൽ ആ കിഡ്നിയിൽ ഇത്തരം പ്രക്രിയകൾക്കിടയിൽ തൊടുകയെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നും പല ഡോക്ടർമാർ ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു. തനിക്കുണ്ടായ ഈ സംശയങ്ങൾ ബാലചന്ദ്രകുമാർ SUT ഹോസ്പിറ്റലിലുള്ള മറ്റ് പല നഴ്സുമാരോടും ഡോക്ടർമാരോടും പങ്കിട്ടു. ഒരിക്കൽ ഈ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണുന്ന ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ നഴ്സിനെ ബാലചന്ദ്രകുമാർ നേരിട്ട് അറിയിക്കുകയും താൻ എത്തും, പിറ്റേ ദിവസം ഒരു സമയത്ത് താൻ എത്തും ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ എന്ന് ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റിനെ അറിയിച്ച് അങ്ങോട്ട് ചെല്ലുന്ന ബാലചന്ദ്രകുമാർ അറിയുന്നത് താൻ എത്തുന്നതിന് കുറച്ചു മുമ്പ് വരെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയി. പിന്നീട് പലവട്ടം ബാലചന്ദ്രകുമാർ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ ശ്രമിച്ചു. പക്ഷെ അതിന് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല. പല രീതിയിലും ഡോക്ടർ ശിവരാമകൃഷ്ണൻ തെന്നി നീങ്ങി. ഈ കാര്യങ്ങൾ നടക്കുന്നത് മൂന്നാഴ്ചക്കകം ബാലചന്ദ്രകുമാർ അറിയുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഒരു ലോങ് ലീവ് എടുത്ത് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഡോക്ടർ ശിവരാമകൃഷ്ണൻ മടങ്ങിയെത്തിയതിനു ശേഷം ഒരിക്കൽ ബാലചന്ദ്രകുമാറും ഡോക്ടർ ശിവരാമകൃഷ്ണനും നേർക്കുനേർ കണ്ടിരുന്നു. ആ കാണുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പടിയിറങ്ങി വരികയും ബാലചന്ദ്രകുമാർ പടിക്കെട്ടിന്റെ ഏറ്റവും താഴെയുമാണ് നിൽക്കുന്നത്. ബാലചന്ദ്രകുമാറിനെ കണ്ട ഡോക്ടർ ശിവരാമകൃഷ്ണൻ കഴുത്ത് വെട്ടിച്ച് ഇറങ്ങി വന്ന പടികൾ മുഴുവൻ തിരിച്ചു കയറി മുകളിലോട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഇവിടെ വേണമെങ്കിൽ പലർക്കും സംശയം തോന്നാം, ബാലചന്ദ്രകുമാർ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനൊരു കാര്യം നടന്നതായിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ടോ ഒരു ക്ലൂ പോലും മീഡിയയ്ക്ക് മുന്നിൽ നൽകിയിട്ടില്ല. ഇദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് കോടതിയിൽ പോകാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നതല്ലാതെ ഇദ്ദേഹത്തിന് ഈ ഡയാലിസിസുമായിട്ടോ ഇല്ലെങ്കിൽ ഈ കിഡ്നി സ്റ്റോണുമായിട്ടോ എന്തെങ്കിലും ആരെങ്കിലും സംശയമുള്ളതായിട്ട് ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടില്ല. അങ്ങനൊരു സംശയം പലരും ഉന്നയിക്കാം. പക്ഷെ അതിനും ഇദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട്. പലവട്ടം ഈ ഉണ്ടായ കാര്യങ്ങൾ വിവരിച്ച് ബാലചന്ദ്രകുമാർ തന്നെ നേരിട്ട് ഡോക്ടർ ശിവരാമകൃഷ്ണനെതിരെ പരാതി കൊടുക്കാൻ പുറപ്പെട്ടതാണ്. അന്ന് ഈ പുറത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാര് തന്നെ അദ്ദേഹത്തെ വിലക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു പരാതിയുമായി ബാലചന്ദ്രകുമാർ അപ്പം മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് പിന്നീട് ചെയ്യേണ്ടി വരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് തയ്യാറാകാൻ ഒരു പക്ഷെ മറ്റ് ഹോസ്പിറ്റലുകൾ തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ അവസ്ഥയുടെ ഒരു ഭീകരത ആലോചിച്ച് നോക്കണം. തനിക്കെതിരെ ഇത്രയും അനീതി നടന്നു എന്ന് ബാലചന്ദ്രകുമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിനെതിരെ പരാതിപ്പെടാൻ പോയപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന കുമാറിന്റെ ഈ വിവാദമായ ഈ ഒരു കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ട് ആഴ്ചകൾക്കകം ബാലചന്ദ്രകുമാറിന്റെ ഒരു ബന്ധുവിനോട് തന്നെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞു, എന്തിനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നിൽക്കുന്നത്? ദിലീപിനോടൊപ്പം സിനിമ ചെയ്യാനായിട്ടുള്ള അവസരം ബാലചന്ദ്രകുമാറിന് കിട്ടിയതല്ലേ? ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചിരുന്നു. ഇതിപ്പോൾ ബാലചന്ദ്രകുമാർ മരിച്ചു കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ പറയുമ്പോൾ ഇത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും തെറ്റെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടു തന്നെ വരണം. അതിനി ഡോക്ടറിന്റെ പാളിച്ചയാണോ അതോ ഇനി ഗൂഢാലോചനയാണോ ഇനി ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്നൊന്നും അറിയില്ല. ഇനി ഇതും മൂലം ഇതിന്റെ പേരും പറഞ്ഞ് വേറെ ആരെങ്കിലും ആക്ഷേപിക്കാനാണോ എന്നും അറിയത്തില്ല. എന്തായാലും സംശയത്തിനിടയാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇദ്ദേഹം നടത്തുന്നത്. എനിക്കറിയാൻ സാധിക്കുന്നത് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത് നടൻ ജയറാമിന്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നാണ്. കുറ്റകരമെന്നും മനഃപൂർവ്വമെന്നും തന്നെ നമുക്ക് സംശയിക്കാവുന്ന മറ്റൊരു വലിയ ഇടപെടൽ നടന്നിട്ടുള്ളത് അതേ ആശുപത്രിയിലെ തന്നെ കാർഡിയോളജിസ്റ്റിൽ നിന്നാണ്. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ രാജലക്ഷ്മി എന്നാണ്. അപ്പൊ അതിന്റെ സീക്വൻസ് ഒന്ന് ആലോചിക്കാം. ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ എന്ന വളരെ സാമാന്യം വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു ആരോഗ്യാവസ്ഥയുമായി ബാലചന്ദ്രകുമാർ ഹോസ്പിറ്റലിൽ എത്തുന്നു. നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിലേക്ക് പോകും. ഇവിടെ ഒരു നടന്റെ പേര് പറഞ്ഞ് ആ നടനെയും മറ്റു നടനെയുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ച് ഈ ഒരു ഡോക്ടറും ആ നടനുമായിട്ട് പരിചയപ്പെടാൻ സാഹചര്യം ഉണ്ടായി.
അങ്ങനെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായതാണോ എന്നുള്ള സംശയത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ പല കാര്യങ്ങളും പറയുന്നത്. ഇവിടെ പറയുന്നു എന്നല്ലാതെ തെളിവുകളൊന്നും നൽകുന്നില്ല. അതുതന്നെയാണ് ഒരു പക്ഷേ പലരും സംശയിക്കുന്നത്. ഒരുപക്ഷെ കുടുംബം തന്നെ ഇത് മുന്നോട്ട് വന്ന് പറയുകയാണെങ്കിൽ അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി ഷീബയെ അപ്പോൾ തന്നെ ഡോക്ടർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ആള് ഒഴിഞ്ഞതെന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഡോക്ടർക്ക് ശ്രീമതി ഷീബ മെഡിക്കൽ റിപ്പോർട്ട്സ് അടക്കം കാണിച്ചു കൊടുത്തു. 6 ദിവസം മുമ്പ് നിങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവിന് എങ്ങനെയാണ് ഈ 6 ദിവസത്തിനിടയ്ക്ക് 6 ബ്ലോക്കുകൾ വന്നത് എന്ന ചോദ്യം ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ചിരുന്നു. അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആരുമില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഈ മുറിയിൽ കർട്ടൻ ഇട്ട് മറച്ച ഒരു ഭാഗത്തിന്റെ പുറകിൽ നിന്ന് ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ വരികയും അത് ഈ ഡോക്ടർ രാജലക്ഷ്മിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. ശ്രീമതി ഷീബയുടെ കയ്യിൽ നിന്ന് ആ റെക്കോർഡ്സ്, ആ ടെസ്റ്റുകൾ, റിപ്പോർട്ടുകൾ മേടിച്ച ഡോക്ടർ രാജലക്ഷ്മി പറഞ്ഞത് ഞാൻ ഒരാഴ്ചക്കകം ഇതെന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചിട്ട് പറയാം. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രീമതി ഷീബ നൽകിയ മറുപടി, എൻ്റെ ഭർത്താവ് ജീവനു വേണ്ടി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഇനിയും ഇത് പഠിക്കാൻ ഒരു ആഴ്ച കൂടി വേണമല്ലേ എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് റിപ്പോർട്ടുകൾ തിരിച്ചു വാങ്ങി ഇനി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും, അതായത് ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയുടെ മുന്നിൽ വരും. അന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടാവും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരികയും ചെയ്യുമെന്ന് ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്തായാലും ഇങ്ങനൊരു കാര്യം ഇപ്പോൾ പൊങ്ങി വന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവാം. കാരണം ദിലീപിനെതിരെ വീണ്ടും അപ്പീൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആവശ്യമായി വരേണ്ടതുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനെയുള്ള ചില സംശയങ്ങളും പലരും പ്രകടിപ്പിക്കുന്നത്. ബാലേന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബയുടെയും ഒപ്പം ബാലേന്ദ്രകുമാറിന്റെ കുടുംബ സുഹൃത്തുക്കളുടെയും കൈവശം അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ ബാലേന്ദ്രകുമാർ സാക്ഷിമൊഴി നൽകിയ ആ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള ചിലരുമായി ഈ ഡോക്ടർക്ക് ബന്ധമുണ്ട് എന്നാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാലും ഈ കാര്യത്തിൽ വ്യക്തത വരണം. ഏതായാലും ഡോക്ടറുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ഈ ചികിത്സക്കിടയിൽ ബാലേന്ദ്രകുമാർ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സംശയം ബാലേന്ദ്രകുമാറിന്റെ കുടുംബം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഡോക്ടർ ആ ആശുപത്രിയിൽ നിന്നും ജോലി രാജിവെക്കുകയും തൊട്ടുപിന്നാലെ തന്നെ വിദേശത്തേക്ക് പോയി അമേരിക്കയിൽ പോവുകയും ചെയ്തിരുന്നു എന്നതാണ് ഇവരെ സംശയം കൂടുതൽ ഫലപ്പെടുത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഡോക്ടറോ പിന്നീട് ചികിത്സിച്ച മറ്റൊരു ഡോക്ടർ, 2 ഡോക്ടർമാരാണ്. ഈ 2 ഡോക്ടർമാരും പലതവണ കാണണമെന്നാവശ്യപ്പെട്ടിട്ട് അവർ കാണാൻ തയ്യാറായില്ല. പിന്നീട് ബാലേന്ദ്രകുമാർ മരിച്ചതിന് ശേഷം ഭാര്യ പോയി കണ്ടപ്പോഴും അതിൽ സംശയമുണ്ടാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ ഇപ്പോൾ തുറന്നു പറയുന്നില്ല, പരസ്യമായി പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ എല്ലാം പോലീസിന് മുന്നിലേക്ക് പറയാം. ഇതിൽ ബാലേന്ദ്രകുമാറിന്റെ ബന്ധുക്കൾ, നടിയാക്രമിച്ച കേസിൽ അതിജീവിതക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അവരെല്ലാവരും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും അത് സംബന്ധിച്ച് അവർ അവരുടേതായ രീതിയിൽ ചില അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് അവർക്ക് ഈ ഡോക്ടർക്ക് ഈ കേസിലെ ചില പ്രതികളുമായുള്ള ബന്ധം അവർക്ക് വ്യക്തമായത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുക തന്നെ വേണം. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് ജനങ്ങൾക്ക് പലർക്കും അറിയേണ്ടതുണ്ട്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.